Hi all, welcome back to my channel Microbiology Noor Microtech. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തു മെഡിക്കൽ പാരസിറ്റോളജിയുടെ. ഇതിൻ്റെ പാർട്ട് 2 ആണ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. സൂനോസിസ്, infection confined to animal but can be transmitted to human either directly or indirectly via vector. അതായത് അനിമലിലാണ് ഇൻഫെക്ഷൻ കാണുന്നത്, പക്ഷേ ഹ്യൂമനിലോട്ട് എന്ത് ചെയ്യാം, ഈ ഇൻഫെക്ഷൻസിൻ്റെ ട്രാൻസ്മിഷൻ നടക്കാം. അതിൽ വരുന്നതാണ് ലീഷ്മനൈസിസ്, ഹൈഡറ്റിക് ഡിസീസ് ആൻഡ് ട്രിപ്പനോസോമൈസിസ്. ഇനി അടുത്തത് വെക്ടേഴ്സ്. അതായത് നമ്മൾ ഒരുപാട് ടേംസ് ആണ് കേട്ടോ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് വൺ, വെക്ടേഴ്സ്. Vectors are responsible for transmitting the parasite from one host to another one or transmit the infection from one human host to another. അതായത് പാരസൈറ്റിനെ ഒരു ഹോസ്റ്റിൽ നിന്ന് മറ്റൊരു ഹോസ്റ്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷനെ ഒരു ഹ്യൂമണിൽ നിന്ന് മറ്റൊരു ഹ്യൂമണിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഹൗസ് ഫ്ലൈ, 2 types of വെക്ടേഴ്സ് ആണ് ഉള്ളത്. ബയോളജിക്കൽ വെക്ടേഴ്സ്, മസ്കിറ്റോ ആൻഡ് ടിക് മേ ക്യാരി ചെയ്യുന്നുണ്ട്. അവർ മസ്കിറ്റോസും ടിക്സും ഒക്കെ ക്യാരി ചെയ്യുന്നു പാത്തജൻസിനെ. ആൻഡ് ഈ പാത്തജൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഇവരുടെ ബോഡിയിൽ വെച്ച് മൾട്ടിപ്ലിക്കേഷൻ നടക്കാൻ പറ്റും. എന്നിട്ട് ദേ ആർ ഡെലിവേർഡ് ഇൻ ടു ന്യൂ ഹോസ്റ്റ് ബൈ ബൈറ്റിംഗ്. അതായത് മസ്കിറ്റോ ബൈറ്റ് വഴിയൊക്കെ നമ്മളിൽ പാത്തജൻസ് എത്തുന്നു. അതാണ് ബയോളജിക്കൽ വെക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെക്കാനിക്കൽ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലൈസ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജൻസിനെ ഔട്ട്സൈഡിൽ നിന്ന് പിക്കപ്പ് ചെയ്യുന്നു. ദെൻ ഔട്ട്സൈഡ് ഓഫ് ദെയർ ബോഡിയിൽ അവർ പിക്കപ്പ് ചെയ്യുന്നു. അവർ ഔട്ട്സൈഡ് ഓഫ് ദെയർ ബോഡിയിൽ നിന്ന് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഏജൻസിനെ ഫ്ലൈസ് ഒക്കെ പിക്കപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ബോഡിയിലോട്ട്, അതായത് ഹോസ്റ്റിലോട്ട് എന്ത് ചെയ്യുന്നു, അവർ ഫിസിക്കൽ കോണ്ടാക്റ്റ് വഴി എത്തിക്കുന്നു. ഓൺലി ട്രാൻസ്പോർട്ട് ദി പാരസൈറ്റ്. ഇതിനെ നമ്മൾ മെക്കാനിക്കൽ ആയിട്ടുള്ള വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നു. എക്സ്പോഷർ ആൻഡ് ഇൻഫെക്ഷൻ. കാരിയർ എന്ത് ചെയ്യുന്നു, ഹാർബർ ചെയ്യുന്നു ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പാത്തജനെ വിത്തൗട്ട് മാനിഫെസ്റ്റിംഗ് എനി സൈൻ ആൻഡ് സിംറ്റംസ്. ഈ കാരിയറിൽ എന്തുണ്ടാവും, പാത്തജൻസ് ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള പാത്തജൻസിനെ കാരിയറിൽ നമുക്ക് കാണാൻ പറ്റും, പക്ഷേ കാരിയറിൽ അത് യാതൊരുവിധ സൈനോ സിംറ്റംസോ ഒന്നും മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഇനോക്കുലേറ്റിംഗ് ആൻഡ് ഇൻഫെക്റ്റീവ് ആയിട്ടുള്ളൊരു ഏജൻറ്റിനെ, അതായത് ഒരു പാത്തജനെ ഇൻഫെക്റ്റീവ് ആയിട്ടുള്ളൊരു ഏജൻറ്റിൻ്റെ ഇനോക്കുലേഷൻ നടത്തുന്നതിന് നമ്മൾ എക്സ്പോഷർ എന്ന് വിളിക്കും. അതിന് നമുക്ക് മറ്റൊരു ഡെഫിനിഷൻ കൊടുക്കാം. ദ പാത്തജൻ ഹാസ് എൻറ്റേർഡ് ദി ഹോസ്റ്റിലോട്ട് പാത്തജൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. അത് ഇൻഫെക്ഷൻ കോസ് ചെയ്യാം ഓർ മെ നോട്ട് കോസ് ഇൻഫെക്ഷൻ ആണ്, ഡിപ്പെൻഡിങ് ഓൺ ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ഹോസ്റ്റിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അവിടെ ഇൻഫെക്ഷൻ നടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി ഇൻഫെക്റ്റീവ് ഏജൻറ്റ് ഇൻ ഹോസ്റ്റ്. അത് മീൻ ചെയ്യുന്നത് ദ പാത്തജൻ ഹാസ് ഓൾറെഡി ഇൻവേഡഡ് ദി ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ഹോസ്റ്റ്. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ഹോസ്റ്റിനെ ഓൾറെഡി എൻവേഡ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇൻഫെക്ഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻക്യുബേഷൻ പീരിയഡ് എന്ന് പറഞ്ഞാൽ ദ പീരിയഡ് ബിറ്റ്വീൻ ദ ഇൻഫെക്ഷൻ, അതായത് എൻവേർഡഡ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് ഹോസ്റ്റാണ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ദ പീരിയഡ് ബിറ്റ്വീൻ ദ ഇൻഫെക്ഷൻ ആൻഡ് എവിഡൻസ് ഓഫ് സിംറ്റംസ്, ഇൻഫെക്ഷൻ നടന്നിട്ട് ആ സിംറ്റംസ് കാണിക്കുന്നതിന് ആ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, സിംറ്റംസ് കാണിക്കുന്നതിൻ്റെ ഇടയിലുള്ള ഒരു ടൈം ഗ്യാപ്പ്, അതിനെ നമ്മൾ ഇൻക്യുബേഷൻ പീരിയഡ് എന്ന് വിളിച്ചു. പ്രീ പേറ്റന്റ് പീരിയഡ് എന്ന് പറഞ്ഞാൽ the period between infection and demonstration of infection. അതായത് ഇൻഫെക്ഷൻ്റെ ഡെമോൺസ്ട്രേഷൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പിനെ നമ്മൾ പ്രീ പേറ്റന്റ് പീരിയഡ് എന്ന് വിളിച്ചു. അതായത് ഒരു ടൈം ഇൻ്റർവൽ ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് പാരാസൈറ്റ് ഇൻ അവർ സ്പെസിമെൻ. നമ്മൾ ലാബിലൊക്കെ ടെസ്റ്റ് ചെയ്യല്ലോ, അപ്പോൾ നമ്മുടെ സ്പെസിമെനിൽ ആ ഒരു പാരാസൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു ടൈമുണ്ട്. ആ ഒരു ടൈം വരെയുള്ള ആ ഒരു ഗ്യാപ്പ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് പാരാസൈറ്റ് ഡിറ്റക്ഷൻ ഇൻ അവർ സ്പെസിമെൻ, ആ ഒരു ടൈം ഗ്യാപ്പിനെ നമ്മൾ പ്രീ പേറ്റന്റ് പീരിയഡ് എന്ന് വിളിച്ചു. ഓട്ടോ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് റിസൾട്ട് ചെയ്യുന്നത് വെൻ ആൻ ഇൻഫെക്റ്റഡ് ഇൻഡിവിജ്വൽ ബിക്കം ഹിസ് ഓൺ ഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. അതായത് ഇവിടെ ആ ഒരു നമ്മൾ ഇൻഫെക്റ്റ് ചെയ്യുന്നു യുവർസെൽഫ്, നമ്മൾ ഇൻഫെക്റ്റിംഗ് യുവർസെൽഫ് അല്ലെങ്കിൽ ഇൻഫെക്റ്റിംഗ് അവർസെൽഫ്, നമ്മളെ തന്നെ വീണ്ടും വീണ്ടും ഇൻഫെക്റ്റ് ചെയ്യുന്ന ഒരു കേസ്. ആ ഒരു പേഴ്സൺ തന്നെയാണ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത്.
infected individual become his own direct source of infection. And example ആണ് Enterobius vermicularis. സൂപ്പർ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഹൈപ്പർ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കുന്നത് when the already infected ആയിട്ടുള്ള individual is further infected with the same species leading to massive ആയിട്ടുള്ള infection with the parasite. ഓൾറെഡി ഒരു പേഴ്സണിന് ഇൻഫെക്ഷൻ സംഭവിച്ചു, ഓൾറെഡി ഇൻഫെക്റ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ അഗെയിൻ എന്ത് ചെയ്യുന്നു, ഇൻഫെക്ഷൻ സംഭവിക്കുന്നു ബൈ ദ സെയിം സ്പീഷീസ് ആണ്. അപ്പോൾ ഒരു മാസീവ് ആയിട്ടുള്ള ഇൻഫെക്ഷനാണ് അവിടെ ഒക്കോർ ചെയ്യുന്നത് ബൈ പാരാസൈറ്റ്. അതിൽ എക്സാമ്പിളാണ് വേം ബേർഡൻ ആയിട്ടുള്ള സ്ട്രോഞ്ചിലോയിഡീസ്. ഇനി അടുത്തത് സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ. ഇൻഫെക്ഷൻ്റെ സോഴ്സസ് നോക്കാം. കണ്ടാമിനേറ്റഡ് സോയിൽ, വാട്ടർ മോസ്റ്റ് കോമൺ കേസാണിത്. യൂഷ്വലി ബിക്കോസ് ഓഫ് ദി ലാക്ക് ഓഫ് സാനിറ്ററി ടോയ്ലറ്റ്സ്, യൂസ് ഓഫ് നൈറ്റ് സോയിൽ ഓർ ഹ്യൂമൻ എക്സ്ക്രീറ്റ ആസ് ഫെർട്ടിലൈസർ. സോയിലിൽ നിന്ന് വരുന്നതാണ് അസ്കാരിസ്, ഹുക്ക്വാം ഒക്കെ. വാട്ടറിൽ നിന്നാണെങ്കിൽ അമീബ, ഷിസ്റ്റോസോമയൊക്കെ വരുന്നുണ്ട്. കണ്ടാമിനേറ്റഡ് ഫുഡ്, റോ ഓർ അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള ഫുഡ്. ക്രാബ്സിലാണെങ്കിൽ വി കുഡ് ഗെറ്റ്, നമ്മൾക്ക് ക്രാബ്സിൽ നിന്ന് എന്ത് സംഭവിക്കാം, പാരഗോണിമസ് വെസ്റ്റർമാനിയുടെ ഇൻഫെക്ഷൻ സംഭവിക്കാം. പോക്കിലാണെങ്കിൽ വി കുഡ് ഗെറ്റ് ടീനിയ സോലിയം. ബീഫിലാണെങ്കിൽ വി കുഡ് ഗെറ്റ് ടീനിയ സജ്നേറ്റ. ആർത്രോപോഡ്സ് ആൻഡ് അനിമൽസിൻ്റെ കേസിലാണെങ്കിൽ ദേ ക്യാരി ദ പാരാസൈറ്റ് വിച്ച് കോസസ് ഡിസീസ് ലൈക്ക് മലേറിയ ആൻഡ് ഫിലറൈസിസ്, ടോക്സോപ്ലാസ്മോസിസ് ആൻഡ് ആഫ്രിക്കൻ ട്രിപ്പനോസൊമൈസിസ്. ബെഡിങ്ങിൽ നിന്നും ക്ലോത്തിങ്ങിൽ നിന്നൊക്കെ ആണെങ്കിൽ എൻട്രോബിയസ് വെർമിക്കുലാരിസ്. ബെഡിങ്ങും ക്ലോത്തിങ്ങും ഒക്കെ എൻട്രോബിയസ് വെർമിക്കുലാരിസിൻ്റെ സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ്റെ കേസിലാണെങ്കിൽ ഹ്യൂമൻ ക്യാൻ ബി ഡയറക്റ്റ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ. പർട്ടിക്കുലർലി മെയിനായിട്ട് വരുന്നത് ഫുഡ് ഹാൻഡ്ലേഴ്സ് ഇൻഫെക്റ്റഡ് വിത്ത് എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്ക. ഇനി സോഴ്സസ് ഓഫ് ഇൻഫെക്ഷൻ കഴിഞ്ഞാൽ അടുത്തതാണ് മോഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ. ത്രൂ ഇഞ്ചക്ഷൻ, അതായത് ബൈ മൗത്ത്. എക്സാമ്പിൾ വരുന്നതാണ് എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്കയുടെ ഇഞ്ചക്ഷൻ ഫ്രം കണ്ടാമിനേറ്റഡ് വാട്ടർ. സ്കിൻ പെനട്രേഷൻ, ഹുക്ക്വാം ഫ്രം ദി സോയിൽ. ദ വെക്ടർ ബൈറ്റ്, മലേറിയ ആൻഡ് ഫിലറൈസിസ്. കൺജനിറ്റൽ ട്രാൻസ്മിഷൻ്റെ കേസിലാണെങ്കിൽ ടോക്സോപ്ലാസ്മോസിസ് ഫ്രം മദർ ടു ഫീറ്റസ്. ട്രാൻസ്മാമറി ട്രാൻസ്മിഷനിൽ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ മദേഴ്സ് മിൽക്ക്. മദർ മിൽക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിഷൻ സംഭവിക്കുന്നുണ്ട്. ആൻസിലോസ്റ്റോമ, എ കൈൻഡ് ഓഫ് ഹുക്ക്വാം ആൻഡ് സ്ട്രോഞ്ചിലോയിഡിസ്. ഇൻഹലേഷൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. എൻട്രോബിയസ് വെർമിക്കുലാരിസിൻ്റെ. സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴിയാണെങ്കിൽ ട്രൈക്കോമോണാസ് വജൈനാലിസിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പാത്തോജെനസിസ് നോക്കാം. ട്രോമ, അറ്റാച്ച്മെൻറ്റ് ഓഫ് ഹുക്ക്വാം ലീഡ്സ് ടു ട്രോമാറ്റിക് ആയിട്ടുള്ള ഡാമേജ്, ബ്ലീഡിങ് അറ്റ് ദ സൈറ്റ് ഓഫ് അറ്റാച്ച്മെൻറ്റ്. അറ്റാച്ച്മെൻറ്റ് സൈറ്റിൽ ബ്ലീഡിങ്ങും ഡാമേജൊക്കെ കുറയുന്നുണ്ട്. അലർജിക് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട്. ക്ലിനിക്കൽ ഇൽനെസ് മേ ബി കോസ്ഡ് ബൈ ഹോസ്റ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ടു പാരാസൈറ്റിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻ. അതായത് ഹോസ്റ്റിൻ്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് അവിടെ കൂടുന്നതിനനുസരിച്ച് അലർജിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരും. ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ നിയോപ്ലേസിയ എന്ന് പറഞ്ഞാൽ അൺകൺട്രോൾഡ് അല്ലെങ്കിൽ അബ്നോർമൽ ആയിട്ടുള്ള ഗ്രോത്ത് ഓഫ് സെൽ ഓർ ടിഷ്യൂ ഇൻ ദ ബോഡി. അടുത്തതാണ് ലബോറട്ടറി ഡയഗ്നോസിസ്. വി ഡയഗ്നോസ് വിത്ത് ഐദർ മൈക്രോസ്കോപ്പിക്കലി ഓർ മാക്രോസ്കോപ്പിക്കലി. ബ്ലഡിൻ്റെ ഡയഗ്നോസിസ്, ബ്ലഡ് ആണെങ്കിൽ ബ്ലഡ് ഫിലിം യൂസ്ഡ് ഇൻ ദ ഡയഗ്നോസിസ് ഓഫ് പ്ലാസ്മോഡിയം സ്പീഷീസ് ആൻഡ് വുച്ചേറിയ ബാങ്ക്രോഫ്റ്റി. ദെൻ സ്റ്റൂൾ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻലി ടു ഡയഗ്നോസിസ് ഇൻറ്റസ്റ്റൈനൽ പാരാസിറ്റിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്. അതുപോലെ ഹെൽമിന്തിക് ഇൻഫെക്ഷൻസ് ഓഫ് ബിലിയറി ട്രാക്ട്. എക്സാമ്പിളാണ് എൻഡമീബ ഹിസ്റ്റോലൈറ്റിക്ക. ഇമ്മ്യൂണോ ഡയഗ്നോസ്റ്റിക് മെത്തേഡിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി ഡിറ്റക്ഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻട്രാഡെർമൽ സ്കിൻ ടെസ്റ്റ് ആണെങ്കിൽ യൂസ് ചെയ്യാറുണ്ട് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട്. കൾച്ചർ മെത്തേഡ് ഉണ്ട്, കൾച്ചറിങ് ഓഫ് അക്കാന്തമീബ പാരാസൈറ്റ്. ദെൻ അതുപോലെ തന്നെ അനിമൽ ഇനോക്കുലേഷൻ ഉണ്ട്, ടോക്സോപ്ലാസ്മ. ദെൻ എക്സ്റേ, അൾട്രാസോണോഗ്രാഫി, കമ്പ്യൂട്ടർ ടൊമോഗ്രാഫി, സ്കാൻ, മോളിക്കുലാർ ഡയഗ്നോസിസ് ആയിട്ടുള്ള PCR, DNA പ്രോബൊക്കെ നമ്മൾ ലബോറട്ടറി ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിവേമിങ് എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് ആൻറ്റി ഹെൽമിന്തിക് ഡ്രഗ്സ് ഇൻ ആൻ ഇൻഡിവിജ്വൽ. ദെൻ ആൻറ്റി പാരാസിറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആൽബെൻഡസോൾ, മെബെൻഡസോൾ, ടയാബെൻഡസോൾ, ദെൻ ക്വിനിൻ പോലെ തന്നെ നമ്മൾ ക്ലോറോക്വിനും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്.
സെലക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതായത് സർജറി. സെലക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സർജറി, ബിക്കോസ് സിസ്റ്റ് മേ പ്രസൻറ്റ് ഇൻ ലിവർ. നമ്മുടെ ലിവറിലൊക്കെ സിസ്റ്റ് പ്രസൻ്റ് ആയിരിക്കും. സോ വി ഹാവ് ടു റിമൂവ് ദിസ് ടൈപ്പ് ഓഫ് സിസ്റ്റ് ബൈ സർജറി. സർജറി വഴി വേണം നമുക്ക് ഈ ടൈപ്പ് ഓഫ് സിസ്റ്റിനെ റിമൂവ് ചെയ്യാൻ. ഇനി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, വി ഹാവ് ടു മേക്ക് ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻ നമ്മളെപ്പോഴും നിലനിർത്താൻ നോക്കുക. ഓൾവേസ് വാഷ് യുവർ ഹാൻഡ്സ് ബിഫോർ ടേക്കിംഗ് ഫുഡ്. യൂസ് ഓൺലി ബോയിൽഡ് വാട്ടർ. ഡു നോട്ട് ഈറ്റ് റോ ഓർ അണ്ടർ കുക്ക്ഡ് ഫുഡ്സ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാരാസിറ്റിക് ആയിട്ടുള്ള ഡിസീസസിന് നമുക്ക് അത്തരം ഡിസീസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ മെഡിക്കൽ പാരാസിറ്റോളജി പറയുന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ടോപ്പിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.